ഹലോ മക്കളെ, ഈ വർഷത്തെ മെയിൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് അറിയോ? പ്ലാറ്റ്യൂ വേർ ദ ഹെർത്ത് ഹിസ്റ്ററി സ്ലമ്മേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ആ ചാപ്റ്ററിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഭാഗം മറ്റൊന്നുമല്ല മക്കളെ, പെനിൻസുലാർ പ്ലാറ്റ്യൂവിലുള്ള പ്രധാനപ്പെട്ട നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചാണ്. പീഠഭൂമിയിലുള്ള നൈസർഗിക സസ്യജാലത്തിനെ കുറിച്ചാണ്. 3 പ്രധാനപ്പെട്ട നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ സസ്യജാലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ് ആണ്, ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകൾ. രണ്ടാമത്തത് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആണ്, ഉഷ്ണമേഖല മുൾക്കാടുകളാണ്. തേർഡ് വൺ സദേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ദക്ഷിണ പർവ്വത വനങ്ങളാണ്. സോ ഇത് മൂന്നും നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തേത് നോക്കിക്കോളൂ, ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ് ആണ്, ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകളാണ്, ഇല പൊഴിയുന്ന കാടുകളാണ് ഇത് ഇവിടെയുള്ളത്. അതേപോലെ തന്നെ അടുത്തത് ഈ പറയുന്ന ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആണ്, ഉഷ്ണമേഖല മുൾക്കാടുകൾ, അത്യാവശ്യം ഡ്രൈ ആയി കിടക്കുന്ന റീജിയൻസ് ആണ്, അതിൽ ഡെസേർട്ട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ളത് കാണാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ മക്കളെ നോക്ക്, സദേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് ആണ് അല്ലെങ്കിൽ ദക്ഷിണ പർവ്വത വനങ്ങളാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു പർവ്വതത്തിന്റെ ഒക്കെ താഴെ ഭാഗത്ത് ഉണ്ടായിരുന്ന വെജിറ്റേഷൻ, അതാണ് ആക്ച്വലി ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ, സോ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വരുന്ന പബ്ലിക് ലൈവിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. സോ ഒരു കാര്യം കൂടി പറയട്ടെ, അടുത്ത വർഷം നമ്മൾ 10ാം ക്ലാസ്സിലേക്കാണ്, SSLCയിലേക്കാണ്. അവിടെ നിങ്ങൾക്ക് അടിപൊളി കിടലായിട്ടുള്ള ഒരു ബാച്ച് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അസ്ത്ര ബാച്ച് ആണ്. സോ അസ്ത്ര ബാച്ചിലേക്കുള്ള അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 2026 ആൻഡ് 27ലേക്കുള്ളത്. സോ എല്ലാ ആൾക്കാരും 9994540800 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചോ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബാച്ച് ആയിട്ടുള്ള അസ്ത്രയിലേക്ക് ജോയിൻ ചെയ്തോ. സോ ബൈ എവരിവൺ.